മാറൽ ഫാൻസ് മുഴുവൻ ഇപ്പോൾ കൺഫ്യൂഷൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സംഭവമാണ് മാറൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് സ്കാർലറ്റ് വിച്ച് തിരികെ വരികയാണോ, അതോ ഡോക്ടർ ഡൂം തന്റെ സ്വന്തം മാജിക് ആർമി ഉണ്ടാക്കുകയാണോ, ഇതല്ലെങ്കിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വലിയ ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാന്റിയാഗോ കോമിക്കോണിൽ മാറൽ ഒരു വിചിത്രമായ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം, മാറൽ ഇതുവരെ ഈ ഒരു കഥാപാത്രങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കോമിക്കോണിൽ പ്രദർശിപ്പിച്ച ഈ ഒരു കോസ്റ്റ്യൂമിന് മാറൽ ഒഫീഷ്യലി നൽകിയിരിക്കുന്ന പേര് ലാറ്റ്വേരിയൻ വിച്ച് എന്നാണ്. അതായത് ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് ഇവർ ഡോക്ടർ ഡൂം ഭരിക്കുന്ന ലാറ്റ്വേരി എന്ന രാജ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രങ്ങളിൽ ഒന്നാണെന്നാണ്. പക്ഷേ ഇതിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആദ്യ ദിവസം മാറൽ ഈ ഒരു കോസ്റ്റ്യൂം ഗ്രീൻ കളറിലാണ് പ്രദർശിപ്പിച്ചത്. രണ്ടാമത്തെ ദിവസം ഇത് യെല്ലോ കളറിലേക്ക് മാറി. ഇപ്പോൾ മൂന്നാമത്തെ ദിവസം ഇതൊരു പർപ്പിൾ കളറിലേക്ക് മാറിയിരിക്കുകയാണ്. വീഡിയോ ചെയ്യുന്ന സമയം വരെ 3 വ്യത്യസ്ത നിറങ്ങളിലുള്ള കോസ്റ്റ്യൂമുകളാണ് മാർവൽ ഒഫീഷ്യലി കാണിച്ചിരിക്കുന്നത്. ഇനിയും പുതിയ നിറങ്ങൾ വരുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ ഇതോടുകൂടി മാർവൽ ഫാൻസിന്റെ ഇടയിൽ കുറെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏത് കഥാപാത്രമാണ്? ഇത് ഒരേ ക്യാരക്ടറാണോ, അതോ ഡോക്ടർ ഡൂമിന്റെ ലോകത്ത് ഒരുപാട് ലാറ്റ്വേരിയൻ വിച്ചസ് ഉണ്ടോ? ആദ്യം ലാറ്റ്വേരിയ എന്താണെന്ന് മനസ്സിലാക്കണം. മാറൽ കോമിക്സിൽ ഡോക്ടർ ഡൂം ഭരിക്കുന്ന രാജ്യമാണ് ലാറ്റ്വേരിയ. പക്ഷേ ഡൂം ഒരു സയന്റിസ്റ്റ് മാത്രമല്ല, മാറൽ യൂണിവേഴ്സിലെ ഏറ്റവും ശക്തരായ മാജിക് യൂസേഴ്സിൽ ഒരാളും കൂടെയാണ്. ഇതിന് പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട്. ഡൂമിന്റെ അമ്മയായ സിന്ധിയ വോൺ ഡൂം ഒരു വിച്ചായിരുന്നു. അമ്മയുടെ ആത്മാവിനെ മെഫിസ്റ്റോയിൽ നിന്ന് രക്ഷിക്കാനാണ് ഡോക്ടർ ഡൂം മാജിക് പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഡൂമിനും വിച്ചസിനും തമ്മിലുള്ള ബന്ധം കോമിക്സിൽ പുതിയ കാര്യമല്ല. കോമിക്കോണിൽ ആദ്യം ഒരു ഗ്രീൻ ലാറ്റ്വേരിയൻ വിച്ച് കോസ്റ്റ്യൂം മാത്രമാണ് കണ്ടത്. അത് കണ്ടപ്പോൾ എല്ലാവരും ഇത് ഒരു കഥാപാത്രമാണെന്ന് മാത്രമാണ് കരുതിയത്. പക്ഷെ അടുത്ത ദിവസം കോസ്റ്റ്യൂം യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ വെർഷനിലേക്ക് മാറി. ഇപ്പോൾ വീണ്ടും പർപ്പിൾ വെർഷൻ. ഇതോടെ ആരാധകർക്ക് ഒരു വലിയ സംശയം തുടങ്ങി. ഇത് കോസ്റ്റ്യൂം കളർ ചേഞ്ച് മാത്രമല്ല, ഒന്നിലധികം ലാറ്റ്വേരിയൻ വിച്ചസ് ഉണ്ടാകുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന തിയറി എന്ന് വെച്ചാൽ ഈ വിച്ചസിൽ ഒരാൾ എലിസബത്ത് ഓൾസൺ അവതരിപ്പിക്കുന്ന സ്കാർലറ്റ് വിച്ചിന്റെ മറ്റൊരു വേരിയന്റ് ആയിരിക്കാമെന്നാണ്. കാരണം മൾട്ടിവേഴ്സ് ആകെ മുഴുവൻ വേരിയൻസിനെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ ഡൂമിന്റെ യൂണിവേഴ്സിൽ മറ്റൊരു വാണ്ട മാക്സിമോഫ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെന്ന് പലരും പറയുന്നുണ്ട്. രണ്ടാമത്തെ വലിയ തിയറി എന്താണെന്ന് വെച്ചാൽ ഇവർ ഡോക്ടർ ഡൂമിന്റെ നിയന്ത്രണത്തിലുള്ള മാജിക് യൂസേഴ്സ് ആയിരിക്കാം. കോമിക്സിൽ ഡോക്ടർ ഡൂമിന് ഡൂം ബോട്ട്സ് ഉണ്ട്, സ്വന്തം കൺട്രോളിലുള്ള റോബോട്ടുകൾ. MCU അതേ കോൺസെപ്റ്റ് ചെറിയൊരു മാറ്റത്തിലൂടെ മാജിക് ആർമി ആക്കി മാറ്റിയിരിക്കാമെന്നാണ് ചിലരുടെ അഭിപ്രായം. അതായത് ടെക്നോളജിക്ക് പകരം മാജിക്, ഡൂം ബോട്ട്സിന് പകരം ലാറ്റ്വേരിയൻ വിച്ചസ്. ഇത് കേൾക്കാൻ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തിയറിയാണ്. മറ്റൊരു സാധ്യത ഈ കോസ്റ്റ്യൂം ഡോക്ടർ ഡൂമിന്റെ അമ്മയായ സിന്ധിയ വോൺ ഡൂമുമായി ബന്ധപ്പെട്ടതും ആകാം. കാരണം കോമിക്സിൽ സിന്ധിയ ഒരു വിച്ചായിരുന്നു. അല്ലെങ്കിൽ ഡോമിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട കഥാപാത്രവുമായിരിക്കാം. ഇപ്പോഴുള്ള ചില റൂമറുകൾ പ്രകാരം വിക്ടർ വോൺ ഡൂമിന്റെ ഭാര്യയും മകനും മരിച്ചെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതും ഇതുവരെ എവിടെയും ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കോസ്റ്റ്യൂം ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ആകാനാണ് സാധ്യത കൂടുതൽ. ഇനി മറ്റൊരു ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഡൂംസ്ഡേയുടെ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ ഡോക്ടർ ഡൂം ഒരു ഫോട്ടോ നോക്കി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഡൂമിന്റെ ഭാര്യയും മകനുമാണോ, അതോ സിന്ധിയ വോൺ ഡൂമും ചെറുപ്പത്തിലുള്ള ഡോക്ടർ ഡൂമുമാണോ ഇപ്പോഴും വ്യക്തമല്ല. ഈ പോസ്റ്ററിനും ലാറ്റ്വേരിയൻ വിച്ചസിനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്നാണ് ആരാധകർ കരുതുന്നത്. ഇനി എന്റെ പേഴ്സണൽ തിയറി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ലാറ്റ്വേരിയൻ വിച്ചസിൽ ഒരാൾ ഡോക്ടർ ഡൂമിന്റെ യൂണിവേഴ്സിലുള്ള വാണ്ട മാക്സിമോഫിന്റെ വേരിയന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മൾട്ടിവേഴ്സ് ആകിയാൽ വേരിയൻസ് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതേസമയം മറ്റൊരു സാധ്യതയുമുണ്ട്. എലിസബത്ത് ഓൾസൺ മറ്റൊരു കഥാപാത്രമായി, ഉദാഹരണത്തിന് ഡോക്ടർ ഡൂമിന്റെ ഭാര്യയുടെ ഒരു വേരിയന്റായി എത്തിയാലും അത്ഭുതപ്പെടാനില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റൂമർ പറയുന്നത് മെയിൻ MCUയിൽ പേപ്പർ ബോട്ട്സ് ആയി അഭിനയിച്ച ഗ്വെനിയത്ത് പാൽട്രോ മറ്റൊരു യൂണിവേഴ്സിൽ ഡോക്ടർ ഡൂമിന്റെ ഭാര്യയായി എത്തുമെന്നാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പോഴും ഫാൻ തിയറീസും റൂമേഴ്സും മാത്രമാണ്. മാർവൽ ഇതിനൊന്നും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റോ കാര്യങ്ങളോ തന്നിട്ടില്ല. എന്തായാലും ഇതിന്റെ എല്ലാം ഉത്തരം അറിയാൻ ഇനി അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല. കോമിക്കോണിലെ ഫൈനൽ ഡേയിൽ മാർവൽ സ്റ്റുഡിയോസിന്റെ പാനൽ എന്തായാലും ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. അവിടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ കുറിച്ചൊരു വലിയ അനൗൺസ്മെന്റും സർപ്രൈസ് റിവ്യൂലും ഉണ്ടെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലാറ്റ്വേരിയൻ വിച്ചസ് ആരാണ്? സ്കാർലറ്റ് വിച്ച് തിരിച്ചു വരുമോ, ഡോക്ടർ ഡൂമിന്റെ മാജിക് ആർമിയാണോ, അല്ലെങ്കിൽ മാർവൽ പുതിയ കഥാപാത്രങ്ങളെയാണോ അവതരിപ്പിക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അറിയാൻ പറ്റും. ആ ഒരു അനൗൺസ്മെന്റ് വന്ന ഉടനെ അന്നത്തെ ദിവസം തന്നെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗണും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ മലയാളത്തിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള എന്തെങ്കിലും ഫാൻ തിയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.